ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മസാല മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മസാലകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അത് കാരണം പെപ്പറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്തായാലും നമുക്കത് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 കിലോയുടെ പ്രിപ്പറേഷനാണ്. വെളിച്ചെണ്ണ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടുക് ഇടണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. നോക്കി കൊടുക്കാം. അതിൻ്റെ ഒരൽപ്പം പച്ചപ്പ് മാറിയതിന് ശേഷം കരിഞ്ഞു വച്ചേക്കുന്ന സവാള, ഞാനൊരു 4 സവാളയാണ് എടുത്തേക്കുന്നത്. അത് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഒന്ന് ചുമന്ന് വരുന്നത്, ശരിക്കും ചുമക്കണമെന്നില്ല, അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം. അല്പം കൂടി വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ഇത്തിരി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഒരു 3/4 ടേബിൾ സ്പൂണാണ്. 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നമുക്ക് മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ലെവലത് മല്ലിപ്പൊടി ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കൊരൽപ്പം ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ, ഒരു 1.25 സ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത മസാലയാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന്
ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം എരിവിന് വേറെ ഇതിനകത്ത് അധികം പച്ചമുളക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ മുളക് പൊടിയും നമുക്ക് അധികം ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിനകത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത്. കാരണം ഇത് പ്രധാനം കുരുമുളകിലാണ് ഇതിൻ്റെ എരിവും അതുപോലെ ഒരു ടേസ്റ്റും നമ്മളിതിനകത്ത് ഉണ്ടാകും. നല്ലോണം മിക്സ് ചെയ്യുക. അതൊന്ന് വെള്ളയപ്പത്തിന് കൂടെയാണ് ഇത് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. രാവിലെ ആയതുകൊണ്ട് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. തക്കാളി ഒരു 3 തക്കാളിയാണ് നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് ഇടുവാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പുളി പോരാൻ, കാരണം ഇപ്പോഴത്തെ തക്കാളിക്കൊക്കെ പുളി കുറവാണ്. അപ്പോൾ അതിനകത്ത് 1 നാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്യാം കേട്ടോ. തൈര് ഉണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഒരു തൈരില്ലെന്ന്, അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചിക്കൻ്റെ പീസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. നമുക്കിനി ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് വീണ്ടും ആഡ് ചെയ്യാം. ഇത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഒരു ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇത് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ 1 കപ്പ് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് 1 കപ്പ് വെള്ളം ആഡ് ചെയ്തത്. അതിലേക്ക് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവണ വരെ ഒരു 10 മിനിറ്റ് നമുക്ക് അത് വേവിക്കാം. നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് ഒന്നും കൂടി വേവണം. ചിക്കൻ ഒന്ന് വേവണം. എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കുരുമുളകിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലോണം കിട്ടുന്നുണ്ട്. കുരുമുളകിൽ കിടന്നാണ് വേവേണ്ടത്. അപ്പോൾ ചിക്കന് ശരിക്കും പറഞ്ഞാൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് പിടിക്കുക. മഞ്ഞൾപ്പൊടി ഒരല്പം കയറി നിൽക്കണം. മഞ്ഞൾപ്പൊടിയാണ് ഇത്തിരി കൂടുതലിടേണ്ടത്. മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ്, ഇത് രണ്ടുമാണ് നമുക്കിതിന് ഏറ്റവും കൂടുതലായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കൂടി അത് അതിൽ കിടച്ച് ശരിക്കും തിളച്ച് വേവട്ടെ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി അല്പനേരം തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. എന്നിട്ടൊരു കുറച്ച് വേപ്പില അതിന് മേലെ ഒന്ന് തൂവി കൊടുക്കാം.
കുറച്ചും കൂടി അതിൻ്റെ ഗ്രേവി സ്വല്പം കൂടി ഒന്ന് കുറയ്ക്കണം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തത്. ആ 1 കപ്പ് വെള്ളം കുറച്ചും കൂടി ഒന്ന് തിളച്ചൊന്ന് വറ്റിയതിന് ശേഷം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് ഹാംഫുള്ളാവരുത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവാൻ വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ചിക്കൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. നമുക്കധികം മസാല ഉപയോഗിക്കാതെ തന്നെ കുരുമുളക് പൊടിക്കും, ഏറ്റവും കൂടുതൽ കുരുമുളക് പൊടിക്കും, അതുപോലെ മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. മറ്റേ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മല്ലിപ്പൊടി അതുപോലെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോഗ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കണം നമ്മളിതിൻ്റെ ഈ മസാല ഉപയോഗം. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് അങ്ങനെ നിയമമൊന്നുമില്ല. നമുക്ക് ഇത്ര ആഡ് ചെയ്തോണം, മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇത്ര അങ്ങോട്ട് ആഡ് ചെയ്തോണം എന്നൊന്നും നിയമമൊന്നുമില്ല. നമ്മളുടെ വയറിന് പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ടേസ്റ്റ് ഉണ്ടാവുകയും വേണം. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് ഇന്നത്തെ ഈ ചിക്കൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത്തിരി വറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ തിക്നെസ്സും അത്യാവശ്യം ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് അധികം ചാറ് കൂടുതലില്ല. ഇതൊരു വെള്ളയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു നല്ല കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി കൂടിയത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചിക്കൻ ഒരു പെപ്പർ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പെപ്പർ ചിക്കൻ തന്നെ വിളിക്കാം, അങ്ങനത്തെ ഒരു പ്രിപ്പറേഷനാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പെപ്പർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്ത് നോക്കാം. പെപ്പർ ചിക്കൻ നമുക്ക് ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇനിയൊരു വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.